യെസ്, സാംസങ് ഗാലക്സി M31 ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. സാംസങ് ഏറ്റവും ലോഞ്ച് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതുവരെ കണ്ട പ്രൊഫഷണൽ ലുക്കിലൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളല്ല. അപ്പം നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ബോക്സിൽ ഫസ്റ്റ് തന്നെ നമുക്ക് യൂസർ മാനുവലും അതിൻ്റെ വാറണ്ടി കാർഡും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ ഒരു സിം റിമൂവറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി M31. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന യൂസർ മാനുവലും പിന്നെ നമുക്ക് M31ൻ്റെ മൊബൈലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലാക്കിലാണ്, നല്ല ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ എങ്ങനെ റിയൽ ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് ബോക്സിൽ ലഭിക്കുന്ന ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ആണ്. ഇത് നല്ല ക്വാളിറ്റി, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ചാർജറും നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് USB കേബിൾ, ചാർജിങ് കേബിളും കൂടെ കിട്ടുന്നുണ്ട്. സാധാരണ പോലെ തന്നെയാണ്, വേറെ ഒന്നും നമുക്ക് ഈ ബോക്സിൽ ലഭ്യമല്ല. നമുക്ക് ബാക്ക് കവറോ അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ഇയർ ഫോണുകളോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. പക്ഷെ അത് അവർ ആ ഒരു പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്തിരിക്കുന്ന. ഇയർഫോണുകളൊക്കെ എല്ലാവരുടെ ഉള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ ബോക്സിലുള്ളതൊന്നും അധിക പേരും യൂസ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് കവർ സാധാരണ ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണിന്റെ കൂടെയും തരാറുണ്ട്, പക്ഷേ അവരിത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ M31ന്റെ ബ്ലാക്ക് വേരിയന്റ്, സ്പേസ് ബ്ലാക്ക് എന്ന് പറയുന്ന മോഡൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഡാർക്ക് കളറിലാണ്, കാണാൻ നല്ല ലുക്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പോൾ M31ന്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളോട്ടുള്ള ടെക്നോളജി കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു M31 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ രൂപം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക. ഞാൻ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. കാരണം പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി പിക്ചേഴ്സും കാര്യങ്ങളും ബ്ലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മൊബൈൽ ഫോൺ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്സ് അതുപോലെ പോസിറ്റീവ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ M31ന്റെ ഏറ്റവും എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ 64 മെഗാപിക്സലിൻ്റെ കോഡ് ക്യാമറ തന്നെയാണ്. 4 ക്യാമറകളാണ് ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്തത്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് 4 ക്യാമറകൾ ആകാൻ സാധിക്കും. അൾട്രാ വൈഡ് നമുക്ക് ഷൂട്ട് ചെയ്യാനും അതുപോലെ മാക്രോ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനും പിന്നെ നമുക്ക് 64 മെഗാപിക്സലിൽ നല്ല പിക്ചർ ക്വാളിറ്റിയോട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ AMOLED സൂപ്പർ AMOLED ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ് ഇത് നൽകുന്നത്. നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ആ ഒരു വിഷ്വൽ ക്വാളിറ്റി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി തന്നെ ഡിസ്പ്ലേ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ല ക്വാളിറ്റി. ഇപ്പോൾ ഇത് നല്ല സൺലൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, എടുത്ത് കാണിക്കുന്നുണ്ട്, ഓരോ കളേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു. സൂപ്പർ AMOLED ഡിസ്പ്ലേ യൂസ് ചെയ്തവർക്ക് അറിയാം, ആ ക്വാളിറ്റി നന്നായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൂന്നാമത് പറയേണ്ടത് ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. സാംസങ് യൂസേഴ്സിന് അറിയാം നമുക്ക് പെട്ടെന്ന് ബാറ്ററി തീർന്നു പോകുക, അതുപോലെ തന്നെ നമ്മൾ ലാഗ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് സാംസങ് യൂസേഴ്സിൻ്റെ പലരുടെയും കംപ്ലൈൻറ്റ്. പക്ഷേ ഇതിന് നമുക്ക് 6000 mAh ബാറ്ററി നൽകുന്നുണ്ട്. നല്ലൊരു ബെസ്റ്റ് ബാറ്ററി പെർഫോമൻസ് നമുക്ക് M31ൽ നിന്ന് നന്നായിട്ട് പ്രതീക്ഷിക്കാം. ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്ന് അറിയാം. ഫുൾ ടൈം നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്താലും നല്ലൊരു ബാറ്ററി സാധാരണ ഒരു സാംസങ് മൊബൈലുകളിൽ നിന്ന് നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ. മറ്റുള്ള മൊബൈൽ ഫോണിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 6000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ സമയം നമ്മൾ ചാർജ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ സാധാരണ ഒരു 4000 mAh അല്ലെങ്കിൽ 3000 mAh നിന്ന് 6000 mAh വരുമ്പോൾ കുറച്ച് ഡിലേ അല്ലെങ്കിൽ ഒരു ലാഗിങ് ഉള്ളത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ നല്ലൊരു ക്വാളിറ്റി തന്നെ. ഇതിൻ്റെ ഒരു ബ്ലൂ കളറിലും നമുക്ക് വരുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഡിസൈൻ തന്നെയാണെന്ന് പറയാം. ഒരു സ്റ്റാൻഡേർഡ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ബോഡിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം മാത്രമേ നമ്മളിപ്പോൾ ഫിംഗറും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തുള്ളൂ. പക്ഷേ എന്നാലും ഒരു വൃത്തികേട് കണ്ടില്ലേ, വൃത്തികേടായിട്ടൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. കാരണം നമ്മുടെ ഫിംഗറൊക്കെ പെട്ടെന്ന് ഇവിടെ ഇതിൽ പിടിക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് നെഗറ്റീവ്. അത് നമ്മളൊരു മൊബൈൽ കവർ ബാക്ക് കവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോരായ്മ നമുക്ക് മാറ്റി വെക്കാവുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾ സിംഗിൾ യൂസ്
യൂസേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ബാക്ക് കവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നോ പ്രോബ്ലം. പിന്നെ ഇതിന്റെ പ്രോസറും കാര്യങ്ങളും പറയുകയാണെങ്കിൽ എക്സിനോസ് 9611 പ്രോസറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ കളിക്കാനും അതുപോലെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് നമുക്ക് കളിക്കാം. വേറെ വിഷയങ്ങളൊന്നുമില്ല, ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. ഒരുപാട് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കി, പക്ഷേ യാതൊരു തരത്തിലുള്ള ലാഗിങ്ങോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഇത് ബെസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 30S, ഇപ്പോൾ M30S ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് M30S ആണ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതാണ്, 48 മെഗാപിക്സൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇല്ലാത്ത, അതുപോലെ തന്നെ ക്യാമറയിലൊന്നും ഇല്ലാത്ത ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് M31 കാണാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാമറ ഫെസിലിറ്റി വന്ന അപ്ഡേഷൻ ആണ്. നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ലാസ്റ്റിൽ, എന്നിട്ട് ഇവിടെ ബിക്സ് ബൈ വേർഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ സാധാരണ നമ്മൾ ഫിക്സൽ ഒക്കെ ഗൂഗിൾ ലെൻസിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഗൂഗിൾ ലെൻസിൻ്റെ ആപ്പ് വെച്ചിട്ട് നമ്മൾ സാധാരണ ഏതെങ്കിലും എന്താണ് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വഴി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മുന്നിൽ പ്രൊഡക്റ്റ് കാര്യങ്ങൾ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റുകൾ കാണണമെങ്കിലോ അല്ലെങ്കിൽ QR കോഡുകൾ സ്കാൻ ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റി ഇതിൽ തന്നെ വരുന്നുണ്ട്. അത് ഇൻബിൽഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ നമ്മൾ ലെൻസ് ഗൂഗിൾ ലെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും ക്യാമറയിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് AR ഇമോജി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫേസ് തന്നെ ഇതിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് AR ഇമോജീസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് 3:4 റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ 64 മെഗാപിക്സലിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ഹൈ എൻഡ് ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ 100% സൂം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ക്വാളിറ്റി കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഇതായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഈ വീഡിയോ എത്രയാണോ ക്വാളിറ്റി ഉള്ളത് അതിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും ക്വാളിറ്റിയിൽ തന്നെ ഇട്ടതിന് ശേഷം ഇങ്ങനെയുള്ള പിക്ചറും കാര്യങ്ങളൊക്കെ അങ്ങനെ വെരിഫൈ ചെയ്യുക. വീഡിയോൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 32 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ബാക്ക് ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ നല്ലതായിട്ട് സ്റ്റെബിലൈസേഷൻ നൽകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൂപ്പർ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നമുക്കിതിൽ വരുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ജെർക്കിംഗ് ഒക്കെ ഉള്ള ഏരിയയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു സ്റ്റെബിലൈസേഷൻ ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ നല്ല ജെർക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ആ ഒരു നല്ല സ്റ്റഡി ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലുക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ബാറ്ററിയും കാര്യങ്ങളും ബാക്കപ്പ് തരുന്നുണ്ട്. അങ്ങനെയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈനിലാണ് ഇതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെ ഞാൻ പറയാം. ഇനിയിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിടാം. നോർമൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.